Hello. Welcome to Market Discussion of the Day. Today, April 7th, 2025. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കരമായ ശക്തമായ മൂവ്മെൻറ്റ്സ് ഒക്കെ പ്രതീക്ഷിക്കുന്നൊരു വീക്ക് കൂടെയാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ മാർക്കറ്റ് കണ്ടാണ്. ഇത് ഗോൾഡിൻ്റെ മൂവ്മെൻ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഗോൾഡിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒരൊറ്റ ക്യാൻഡിലൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾ കണ്ടോ 350 പിപ്പൊക്കെ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള എന്താ പറയുക വീക്കുകളാണ് കടന്നു പോയത്. ഓക്കെ, പക്ഷെ ഇന്നത്തെ മൂവ്മെന്റ് നിങ്ങൾ നോക്ക്. ഇന്ന് ഒറ്റ ക്യാൻഡിൽ 1972 നിന്ന് 1950 ഓൾമോസ്റ്റ് 750 പിപ്പാണ് ഇന്ന് രാവിലെ ഒരു ഒറ്റ ക്യാൻഡിൽ മൂവ് ചെയ്തിട്ടുള്ളത്. 1 അവർ ക്യാൻഡിൽ മനസ്സിൽ കാണുന്നുണ്ടോ? 800 പിപ്പ് അടുപ്പിച്ചിട്ടാണ്, 800 പിപ്പിന് മുകളിലാണ് ആക്ച്വലി ഒരൊറ്റ ക്യാൻഡിൽ മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ബേസിക്കലി ഇവിടെ നിന്നൊക്കെ ഒരു സെല്ല് എടുത്തിട്ടുള്ള ആൾക്കാർ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു $10,000 അക്കൗണ്ടൊക്കെ ബ്ലോൺ ഔട്ടായി പോയതിനെ, വാഷ് ഔട്ടായി പോയതിനായിരുന്നു. ഓക്കെ, സോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടൊരു സാമ്പിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആഴ്ച അതിലും വലിയ മൂവ്മെൻറ്റുകൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി മാത്രം മാർക്കറ്റിലോട്ട് ഇറങ്ങുക. ഈ ആഴ്ച കഴിവതും മാറി നിൽക്കുക. കാരണം താരിഫ് അനൗൺസ്മെൻ്റ് ഉണ്ടായി. എന്താ പറയുക, യൂറോപ്പിൽ നിന്ന് US-ലോട്ടുള്ള താരിഫ് അനൗൺസ്മെൻറ്റ്, അതിനെ US-ൽ നിന്ന് ഇങ്ങോട്ടുള്ള യൂറോപ്പിലോട്ടുള്ള താരിഫ് അനൗൺസ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് ഉള്ള എന്താ പറയുക പല രാജ്യ നേതാക്കന്മാരുടെ അവർ ഡൊണാൾഡ് ട്രംപിനെതിരെ എടുക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം വരാൻ പോകുന്ന, പലതും വന്നിട്ടില്ല, എല്ലാം വരാൻ പോകുന്ന വീക്കുകളായതുകൊണ്ടിട്ട് തന്നെ ഭയങ്കരമായ ശക്തമായ മൂവ്മെൻറ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് ഗോൾഡിൽ മാത്രമല്ല, GBPയിലാണെങ്കിലും യൂറോയിലാണെങ്കിലും എല്ലാം, JPYയിലാണെങ്കിലും എല്ലാത്തിലും ശക്തമായൊരു മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ 1/3 മാത്രം ട്രേഡ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. ഓക്കെ, കാരണം എന്താ പറയുക, വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയോ നമുക്ക് ഈ ട്രേഡിനകത്ത് ചിലപ്പം വിജയിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, നല്ല ബൈയിങ് പോയിന്റ്, നല്ല സെല്ലിങ് പോയിന്റ് കിട്ടിയാൽ അതിന് വെയിറ്റ് ചെയ്യാൻ തന്നെ വേണം, അല്ലാതെ നമുക്ക് ചുമ്മാതെ അത് കിട്ടില്ല. അതിന് അങ്ങനെ കിട്ടിയാൽ മാത്രം ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് ഡിസ്കഷൻ പോകുന്നതിന് മുന്നേ ആയിട്ട് വേറെ ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ക്രാഷ് കോഴ്സ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ, വളരെ സീരിയസ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിലല്ല, സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം എനിക്ക് മെസ്സേജ് അയക്കാം. ഒരുപാട് ആൾക്കാർ വെറുതെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ച്, എന്നാൽ പിന്നെ ഒന്ന് കയറിക്കളയാം എന്ന് വിചാരിച്ചുള്ളൂ. ഇത് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കുക. സീരിയസ് ആണെങ്കിൽ മാത്രം അയക്കുക. ആ സമയത്ത് ഫ്രീ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം അയക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട്, നമ്മളെല്ലാ വീക്കെൻഡിലും നമ്മൾ പറയുന്നത് പോലെ ഫണ്ടമെൻ്റൽസിൽ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. നാളെ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യരുത് കേട്ടോ, പൊളിറ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അവിടുന്ന് മറ്റേ പുള്ളി ഒന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് ഈ പുള്ളി ഒന്നും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ മാർക്കറ്റിനെ അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ മറ്റന്നാൾ ബുധനാഴ്ച നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. അത് മാർക്കറ്റിൽ ചെറിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കും. ക്രൂഡ് ഓയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ സമയത്ത് അന്നത്തെ ദിവസം മാറി നിൽക്കുക. പക്ഷേ വ്യാഴാഴ്ച നമുക്ക് CPIയുടെ ന്യൂസ് ഉണ്ട്. ഓക്കെ, ഈ ആഴ്ചത്തെ CPI വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ആഴ്ചത്തെ NFP, കഴിഞ്ഞ വെള്ളിയാഴ്ച നോൺ ഫാം പേറോൾ വന്നപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നോൺ ഫാം പേറോള് താരിഫ് അനൗൺസ്മെൻറ്റിനെ പ്രമാണിച്ചൊന്നും അല്ല കഴിഞ്ഞ ആഴ്ച ഇത്രയും വലിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഉറപ്പായിട്ടും അതിനെ സംബന്ധിച്ച് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നോൺ ഫാം പേറോൾ വന്നതിന് ശേഷമാണ് മാർക്കറ്റ് ഡംപായത്. 3136 നിന്ന് നേരെ മാർക്കറ്റ് പോയതും കുറച്ച് നേരം കൊണ്ട് മാർക്കറ്റ് പോയത് 3300
ഐ മീൻ ഇവിടെ വന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 3036. മാർക്കറ്റ് എവിടെ വരെ പോയെന്ന് വെച്ചാൽ 3015 വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുമുണ്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് 1200 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് വെള്ളിയാഴ്ച നടന്നിട്ടുള്ളത് ഗോൾഡിൽ. സോ അത് ഒരു $10,000 ഒക്കെ ഒരു അക്കൗണ്ട് ഒരാൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോൺ ഔട്ട് ആയി പോയി. ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായത്. പക്ഷേ അതിലും വലിയ മൂവ്മെൻ്റ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ എന്താ പറയുക, അതുകൊണ്ടിട്ട് തന്നെ ഈ ആഴ്ചത്തെ CPI-യും അതുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇപ്പം താരിഫ് അനൗൺസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ, മാറി നിൽക്കുക മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. അറ്റ്ലീസ്റ്റ് കുറച്ച് കാലത്തേക്കെങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ വെള്ളിയാഴ്ച നമുക്ക് UK-യിൽ നിന്ന് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് കൺസിഡർ ചെയ്യുക. US GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അത് കൺസിഡർ ചെയ്ത് പോവുക. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടും നമുക്ക് ഈ ആഴ്ച ഒരേ ഒരു ന്യൂസാണ് മെയിനായിട്ടും ഉള്ളത്, CPI-യുടെ ന്യൂസ്. അന്നത്തെ ദിവസം മാറി നിൽക്കുക. ബാക്കി നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ മാത്രം മാർക്കറ്റിനെ സമീപിക്കാം. ഓക്കെ, സോ നമ്മുടെ ഈ പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്താ വെച്ചാൽ പേടിയാവുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതൊന്നും അല്ല മൂവ്മെൻറ്റ്, ഇനി മൂവ്മെൻറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. പണ്ട് റിസഷൻ്റെ സമയത്ത് 2007, 2008 സമയത്തൊക്കെ GBP-യിലൊക്കെ 1000 പിപ്പ്, ഗോൾഡിലൊക്കെ 1000 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ GBP-യിലൊക്കെ 1000 പിപ്പിൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതേപോലത്തുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാം ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ. GBP-യിലാണെങ്കിലും യൂറോയിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് GBP-യുടെയും യൂറോയുടെയൊക്കെ മൂവ്മെൻ്റ് അല്ലേ, ഒറ്റയടിക്കല്ലേ മുകളിലോട്ട് പോയത്. സോ അത് കഴിഞ്ഞിട്ട് നല്ല തിരിച്ച് ഇറങ്ങുകയും ചെയ്തു അല്ലേ. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഈ പറയുന്ന താരിഫ് റിലേറ്റഡ് ആയിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം വെച്ചിട്ട് അന്ന് റിസഷൻ ഉണ്ടായി, ഇപ്പോൾ റിസഷൻ ഉണ്ടാവാം എന്നുള്ളൊരു പോസിബിലിറ്റി ഒക്കെ ഉണ്ടല്ലേ. സോ അതൊരു ഭയങ്കര വലിയൊരു എന്താണ് US-ൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. സോ പലപ്പോഴും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നിശ്ചയിച്ചേക്കുന്ന താരിഫ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രോഡക്റ്റുകൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂറോപ്പൊക്കെ താരിഫ് പ്രഖ്യാപിക്കുന്ന US-ൻ്റെ മെയിനായിട്ടും ഉള്ള ഏറ്റവും വലിയ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ് ആക്ച്വലി ഫിസിക്കൽ പ്രോഡക്റ്റുകളല്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ ബേസിക്കലി ഫേസ്ബുക്ക് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഇതെല്ലാം സർവീസസ് ആണ്. ഐ മീൻ ഉറപ്പായിട്ടും ആപ്പിൾ ഫിസിക്കൽ പ്രോഡക്റ്റ് ആണ്, ബാക്കിയെല്ലാം സർവീസാണ്, സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, സോ ഈ പറയുന്ന ഇങ്ങനത്തുള്ള സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്കെതിരെ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസ് താരിഫ് ഏർപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അത് ഭയങ്കര വലിയൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഡിഫിക്കൽട്ടാവും. നമ്മളുടെ ലോകത്ത് കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാകും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ എന്താ പറയുക, ചൈനയിൽ ഇത്രയും 34% താരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊരു എന്താ പറയുക, ഭയങ്കരമായൊരു ട്രേഡ് വാർ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന. ഉറപ്പായിട്ടും ട്രേഡ് വാർ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അറിയില്ല ഇത് എങ്ങോട്ടാണ്, മാർക്കറ്റ് എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും നാളെയായിട്ടൊക്കെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഭയങ്കരമായ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ചിലപ്പോൾ ഇനിയും ഇടിയും. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US-ലുള്ള S&P 500, US-ലുള്ള 500 മെയിനായിട്ടുള്ള സ്റ്റോക്കുകൾ, ഓക്കെ, അതെല്ലാം ഓൾമോസ്റ്റ് നല്ല ഇടിവാണ് ഇടിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ആണെന്ന് എക്സാക്റ്റ് ആയിട്ടുള്ള കണക്ക് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനൊക്കെ S&P 500 ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം അതിന് എൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്രയോ പെർസെൻറ്റേജ് ആണ് ഇടിഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അത് ഇനിയും ഇടിയാം. ഇനി ഇടിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് ഒന്നും കൂടെ അത് മുകളിലോട്ട് പോയി ഓൾ ടൈം ഹൈ ഒക്കെ തട്ടിയിട്ട് ആയിരിക്കാം വീണ്ടും ഒന്നുകൂടെ താഴോട്ട് പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് ഇടിയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ
എന്താ പറയുക, അതിന് ശേഷം അത് ബാക്കിയുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിലും പല പല സ്റ്റോക്ക് മാർക്കറ്റുകളിലും അതിന് അഫക്റ്റ് ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആക്ച്വലി കുറച്ച് കാലത്തേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ നിന്ന് മാറി നിന്ന് ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 to 6 months ആകുമ്പോൾ നല്ല ആ പൈസ എല്ലാം സ്വരൂപിച്ച് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ലെവലിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലം കൂടെയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ മാർക്കറ്റ് മൂവ്മെൻറ്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഇന്നത്തെ ദിവസമൊക്കെ എടുത്താൽ അതെന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നഷ്ടത്തിൽ ആകും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. പ്രത്യേകിച്ച് ഗോൾഡിൽ, ബാക്കിയെല്ലാം നമുക്ക് എന്താ പറയുക, എത്രമാത്രം മൂവ്മെൻ്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യമായത് കൊണ്ടിട്ട് ഗോൾഡിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ളൊരു ബുദ്ധി നമുക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോവുകയാണ്. സോ മെയിനായിട്ട് നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY നമ്മൾ എടുക്കുമ്പോൾ JPY ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 145.32 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, പ്രത്യേകിച്ച് എനിക്ക് ഒരു കമൻറ്റും ഇല്ല JPY എനിക്ക് ഒന്നും പറയാനായിട്ടില്ല. JPY 140 അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. JPY മാറി നിൽക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. പക്ഷേ GBP യൂറോ നമ്മൾ എടുക്കുമ്പോൾ യൂറോ നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യുന്ന 1.1017 എന്ന് പറയുന്ന റേഞ്ചാണ്. മാർക്കറ്റ് ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് ജംപ് ഡൗൺ ചെയ്തിട്ട് 1.09 ആ റേഞ്ചിലൊക്കെയാണ്. സോറി 09 അല്ല, 1.08899 എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് ഭയങ്കര ലെവലിൽ റിക്കവറായി മുകളിലോട്ട് പോയി 1.100 മുകളിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മാർക്കറ്റ് ഇതുവരെ 1.100 മുകളിലായിട്ട് കയറി എന്ന് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റ് താഴോട്ട് വന്നാൽ 1.0800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് യൂറോയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ GBP വരുമ്പോൾ GBPയിലും നമുക്ക് എന്താ പറയുക, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1.2800 നല്ലൊരു ബൈ പോയിന്റ് ആണ്. 1.2900 നല്ലൊരു ബൈ പോയിന്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇപ്പം ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.2 ലോട്ടോ 0.3 ലോട്ടിൽ കൂടുതലൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ യൂറോയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യു കെ പ്രൈം മിനിസ്റ്ററിൻ്റെ അനൗൺസ്മെൻറ്റുകളുണ്ടാവും. ഓക്കെ, അത് നല്ല രീതിയിലാണ് US അഫക്റ്റ് ചെയ്യുന്നതോ അതോ എതിരെയായിട്ട് എന്തെങ്കിലും പറയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ UK എന്തായാലും US 10% താരിഫും UK-ക്കെതിരെ 10% താരിഫുമാണ് ഓൾറെഡി ഇപ്പം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി UK ഭരിക്കുന്ന ലേബർ പാർട്ടിയും US ഭരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയും രണ്ട് ഐഡിയോളജി ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഇതേവരെയും UK പ്രൈം മിനിസ്റ്റർ US പ്രൈം മിനിസ്റ്ററിനെ കാണാൻ പോയപ്പോഴൊക്കെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് അവർ പിരിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് UK-ക്ക് നല്ലൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ചിലപ്പം അവിടെ നിന്ന് UK-യിൽ നിന്ന് US നിന്നുള്ള പ്രോഡക്റ്റുകൾക്ക് താരിഫില്ല, US നിന്ന് പറഞ്ഞ UK-യിലുള്ള പ്രോഡക്റ്റുകൾക്ക് താരിഫില്ല എന്ന് ഒക്കെ അനൗൺസ്മെൻ്റ് ഒക്കെ വരാം, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെയൊക്കെ വന്നാൽ അത് ഭയങ്കരമായ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് GBPയിൽ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഫ്രാൻസിൻ്റെ കൂടെ നിന്നിട്ട് ഒരു പ്രൈം മിനിസ്റ്ററുമായിട്ട് US പ്രസിഡൻറ്റുമായിട്ടുള്ളൊരു മീറ്റിങ്ങും UK ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ടും ഉള്ള എന്താ പറയുക കാര്യങ്ങൾ. GBPയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബൈങ് പോയിന്റ് 1.2800 നല്ലൊരു ബൈങ് പോയിന്റ്. ഒരു മൈനർ സപ്പോർട്ട് 1.2900 1.2900 നമ്മൾ ബൈ എടുത്താൽ നമുക്ക് 1.2840 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, ഒരു സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസിന് ഇന്ന് മാർക്കറ്റ് പോയതിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ എത്രയിലാണ്, 1.28270 ഓപ്പൺ ആയത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ എന്തിനകത്ത് നോക്കേണ്ടത്.
GBPക്കകത്ത് നോക്കേണ്ടത്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും തന്നെ പറയാനില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വെറുതെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. ഓക്കെ, നല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ട്. 3030 എന്ന് പറയുന്നൊരു നല്ല ബൈയിങ് പോയിന്റ് ആയിരുന്നു. സോ ഇവിടെ വീണ്ടും കറണ്ട് പോയി. ഒറ്റ മിനിറ്റ്. ആക്ച്വലി ഇത് കറണ്ട് പോകുന്നതല്ല, ഇവിടെ കുറേ നേരം അനങ്ങാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ലൈറ്റ് പോകുന്നതാണ്. ഓക്കെ, സോ എനിക്കൊന്നും കമൻസ് ഇല്ല. ഗോൾഡിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് ഒരു കമൻറ്റും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ജസ്റ്റ് ഒരു ഐഡിയ പറയാനായിട്ടുള്ളത്, ഇന്ന് ചിലപ്പം $100 $200 മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, മാർക്കറ്റിൽ നല്ലൊരു സപ്പോർട്ടുണ്ട്. അതാണ് എനിക്ക് ആകപ്പാടെ പറയാനായിട്ടുള്ളൊരു ബൈ പോയിന്റ്. 2980 എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടിയാൽ, അതിപ്പോൾ യൂറോപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ US ഓപ്പണിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലൊക്കെ നല്ലൊരു ബൈ പോയിന്റ് അവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ടിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ഓക്കെ, അതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 2960 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടിയും വരും. ഓക്കെ, അത് അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു $50 എങ്കിലും പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം 1:2 വലുതാണ് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും തമ്മിലുള്ളൊരു റേഷ്യോ എന്ന് പറഞ്ഞാൽ. മിനിമം നമുക്ക് 3030 വരെയെങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കാൻ പറ്റുന്നത് കൊണ്ടിട്ട് ഇതൊരു വലിയൊരു റിസ്കി ഫാക്ടർ അല്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ചെറിയ ലോട്ട് എടുത്താൽ മതി. ചെറിയ ലോട്ട് എടുത്ത് വലിയ മൂവ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ആ പറയുന്ന ഒറ്റ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും 3100 മുകളിലോട്ട് മാർക്കറ്റ് പോവുകയും ചെയ്താൽ 3100 മുകളിലായിട്ട് വീണ്ടും നമുക്ക് ബൈ പോയിന്റ് ആണ്. മാർക്കറ്റ് അപ് ട്രെൻഡ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടും. മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ഒന്നും ആയിട്ടില്ല കേട്ടോ. മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. ഡൗൺ ട്രെൻഡിലോട്ട് പറയണം അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നത് 2830 താഴെയായിട്ട് പോകുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് ചിന്തിക്കാൻ പോലും പറ്റുക. എന്താണ്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോയെന്ന് ചിന്തിക്കാൻ പോലും പറ്റുക. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. 3100 മുകളിലായിട്ട് മാർക്കറ്റ് പോകുന്നതും 2980 അടുത്ത് വെച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞതുപോലെ 2960 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ് ഗോൾഡിലുള്ള ഒരു കാര്യം. ഓക്കെ, ബെറ്റർ സ്റ്റേ അവേ തന്നെയാണ്. പക്ഷേ 2960-80 അടുത്ത് കിട്ടിയാൽ ബൈ ചെയ്തോ, കണ്ണും പൂട്ടി ബൈ ചെയ്തോ. പക്ഷേ 3100 മുകളിലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം ആക്ച്വലി മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, മാർക്കറ്റ് ഭയങ്കര വോളറ്റാലിറ്റി കാണിക്കുന്നൊരു ആഴ്ചയാണ്. ബെറ്റർ നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ട്രേഡ് ചെയ്യരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ട്രേഡിൽ നിന്ന് അധികം ലോട്ട് എടുക്കാതെ സേഫായിട്ട് ട്രേഡ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു കാലം കടന്നു പോകാം. ചെറിയ ലോട്ടുകൾ എടുക്കുക, വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. ഓക്കെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ക്രാഷ് കോഴ്സ് വേണ്ടെന്നുള്ള ആൾക്കാർ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുക. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.